ഹായ്. അപ്പൊ ഇന്ന് ഞാന് പോണത് നമ്മുടെ അതിരപ്പിള്ളിയിലേക്കാണ്. അതിരപ്പിള്ളി എന്നുള്ള സ്ഥലം ഇപ്പൊ ഒരു ഇതൊക്കെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലെ. കാരണം നമ്മുടെ സിനിമയിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഈ ഒരു പേര് ഇപ്പൊ എല്ലാവർക്കും പറയാം. നമ്മള് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഇത്രയും ഉണ്ടെന്ന് മനസ്സിലാവുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ്. ചാലക്കുടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് ഈ അതിരപ്പള്ളി ഉള്ളത്. അപ്പൊ നമ്മൾ പോണ വഴിയിൽ തന്നെ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഡ്രീം വേൾഡ് എന്നുള്ളൊരു വാട്ടർ പാർക്കാണ്. കുറെ വട്ടം ഇത് കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ ഉള്ളിൽ കേറിയിട്ടില്ല. പിന്നെ നമ്മള് ഇനിയും പോകുമ്പോ കൂടുതൽ ഇവിടെ കാണുക ഇതേപോലെ പനകള്, അതേപോലെ കശുമാവും തോട്ടങ്ങള്, അങ്ങനെ ഫുള്ളൊരു കാടാണ് ഈ അതിരപ്പിള്ളി എത്തണ വരെ. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള റോഡ്. ഈ പോണ വഴിയിൽ തന്നെ റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പാലമുണ്ട്. ഈ പാലത്തിന്റെ താഴെ കൂടെ പോണതെന്ന് പറഞ്ഞാൽ ഈ ചാലക്കുടി പുഴയാണ് ഇത് കൂടെ ഒഴുകണേ. നമ്മൾ അതിരപ്പിള്ളിയിൽ നിന്നും വാഴച്ചാലും അതിരപ്പിള്ളിയിൽ നിന്നൊക്കെ ഒഴുകി വരണേ ആ ഒരു വെള്ളമാണ് ഇത് കൂടെ പോയോണ്ടിരിക്കണേ കേട്ടാ. ഈ പാലത്തിന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് ഓഫ് സീസണാണ്, അതുകൊണ്ട് ഒട്ടും തിരക്കില്ല. ഇവിടെ ഒരാൾക്ക് പോവാനായിട്ട് 530 രൂപയാണ് റേറ്റ് വരണേ. സ്കൂളിൽ പഠിക്കണ സമയത്ത് ഞാൻ ഒരിക്കലിവിടെ വന്നിട്ടുണ്ട്. ഈ റോഡിലൂടെ നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇല്ലേ, അതിന്റെ ഒരു ചെറിയൊരു വ്യൂ റോഡ് സൈഡിൽ നിന്ന് കാണാം. കുറച്ചുകൂടെ പോയാൽ നമുക്ക് ഈ ഒരു വ്യൂ കുറച്ചുകൂടെ അടുത്തായിട്ട് കാണാൻ പറ്റും. അതിരപ്പിള്ളി എത്തണേക്കാൾ മുന്നേ ആയിട്ട് അതിരപ്പിള്ളി വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടം ശരിക്കും കാണാം. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ആ ഒരു മേലെന്ന് അങ്ങോട്ട് 80 അടിയോളം താഴേക്കാണ് അത് ഈ വെള്ളം പതിക്കുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിന്റെ അടിയിലായിട്ട് കുറച്ച് 4-5-6 മ്ലാവുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് കൂടെ ഒക്കെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, സ്ഥിരം കണ്ടിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം അതിരപ്പിള്ളിയിലേക്കല്ല കയറണേ, വാഴച്ചാല് പോയിട്ടാണ് അതിരപ്പിള്ളിക്ക് പോകണുള്ളൂ. അപ്പോൾ വാഴച്ചാല് പോണ വഴിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാനകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് സ്ലോയില് പോണം. വാഴച്ചാല് പോണ വഴിയില്ലേ എന്ത് രസാ കാണാൻ. ഇതേപോലെ റോഡിന്റെ 2 സൈഡിലും ഇങ്ങനെ കുറേ മരങ്ങളും, അതേപോലെ ഈ പോണ വഴിയിലൊക്കെ കുറെ അരുവികളൊക്കെ ഉണ്ട്. പിന്നെ കിളികളുടെ സൗണ്ടും, അങ്ങനെ നല്ല അടിപൊളി റോഡാ. അവസാനം നമ്മളിതേ വാഴച്ചാലെത്തി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 40 രൂപയ്ക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പിള്ളിയിൽ വേറെ ടിക്കറ്റ് എടുക്കണ്ട, ഈ സെയിം ടിക്കറ്റ് തന്നെ വെച്ച് നമുക്ക് അവിടെയും പോവാം. ഉള്ളിക്ക് ഇങ്ങനെ വന്നപ്പോഴേ എന്താ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വാഴച്ചാലിലേ ഇതാ അങ്ങനെ സ്ലോപ്പായിട്ടാണ് വെള്ളം ഒഴുകണേ. അപ്പോൾ അടിപൊളി തന്നെയല്ലേ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം കാണാൻ. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പൊ പോണത് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ തന്നെ മറ്റൊരു സൈഡിലേക്കാണ്. മഴക്കാലം ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും അധികം കയറ്റി വിടുന്നില്ല. കയറൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഗാർഡ്സ് ഒക്കെ ഇട്ട് അവരൊക്കെ പറയണത് നമ്മളെപ്പോഴും അനുസരിക്കണം. കാരണം അത് നമ്മൾ ലംഘിച്ചിട്ട് അങ്ങോട്ട് പോകുകയൊന്നും ചെയ്യരുത്. നമ്മുടെ സുരക്ഷ, നമ്മൾ കാണാൻ വരുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മാക്സിമം പാലിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ മഴ ഉള്ളതുകൊണ്ട് തോന്നുന്നുണ്ട് ഈ പാറകളൊക്കെ ഇല്ല, ഇവിടുത്തെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ.
നമ്മൾ വന്ന സമയം പോലെ ഇല്ല, നല്ല മഴ പെയ്യാനുള്ള ഒരു ലക്ഷണമുണ്ട്. നല്ല മഴക്കാറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അന്തരീക്ഷമൊക്കെ ആകെ ഒന്ന് മാറിയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബോർഡാണ് സേവ് ഫോറസ്റ്റ് സേവ് നേച്ചർ. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എന്തായാലും ഇതാ ഇവിടുന്ന് പോവാണ്. ഇനി അടുത്തത് നമുക്ക് അതിരപ്പള്ളിയിൽ എത്തണം. അപ്പോൾ ഇതാ പോണ വഴിയിൽ നമുക്ക് ചാർപ്പയുടെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂണിങ് കാണാം. ഏകദേശം ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് നല്ല മഴക്കാലം ആകുമ്പോഴാണ് ഈ ചാർപ്പ് ഇങ്ങനെ ഒഴുകുക. വേനൽക്കാലം ആകുമ്പോഴൊക്കെ നല്ല വറ്റി വരണ്ട് കിടക്കുമായിരിക്കും ഈ പ്രദേശം. അവസാനം നമ്മളിതാ അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കാണുന്ന സൂചനാ ബോർഡ് പറഞ്ഞാൽ ഇവിടെ 64 പേര് മുങ്ങി മരിച്ചിട്ടുണ്ട്, അടുത്തത് നിങ്ങളാവരുത്. അതിരപ്പള്ളി തൃശ്ശൂരിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ അതിരപ്പള്ളി. നമുക്ക് മറ്റുള്ള ഒരു വാട്ടർഫോൾസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നമുക്ക് മേലെ ഭാഗത്തുനിന്നും നമുക്ക് വെള്ളച്ചാട്ടം കാണാം. അതേപോലെ അടിയിലേക്ക് പോയാലും ആ താഴത്തെ ഭാഗത്തുനിന്നും നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആണ് ഇതെന്ന്. അപ്പോൾ സിനിമകൾ ഇങ്ങനെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഹുബലി, അതേപോലെ രാവൺ, ദിൽസേ, പിന്നെ അതേപോലെ മണിരത്നത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഈ ഒരു അതിരപ്പള്ളി തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. വെള്ളച്ചാട്ടം ഇനി താഴത്തെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് പോവാം. മോശമില്ലാത്ത ഒരു മഴ കിട്ടി. ആ വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ നല്ല മഴയും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമ്പുഴയ്ക്ക് വേഴാമ്പലിനെ കാണുക ഈ അതിരപ്പള്ളി വാഴച്ചാല് ആ ഒരു പ്രദേശത്തായിട്ടാണ്. അങ്ങനെ അതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ പോണത് തുമ്പൂർമൂഴി, അതേപോലെ ഏഴാറ്റുമുഖം തൂക്കുപാലം. അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മുന്നേ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു, ഒരു ജേർണിയായിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ കിട്ടിയത്. കാരണം നല്ല മഴക്കാലം, നല്ല മഴയും പെയ്ത്, അങ്ങനെ ഒരു സൂപ്പർ ട്രിപ്പ്. അപ്പോൾ ഈ ഒരു സമയത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു കാലത്ത് നല്ല മഴയുള്ള സമയത്ത് അതിരപ്പള്ളിയിലേക്ക് പോകാൻ പറ്റിയ ഒരു നല്ല സമയം തന്നെയാണ്. തൃശ്ശൂരിലെ അല്ലെങ്കിൽ വേണ്ട കേരളത്തിൽ തന്നെ വണ്ടേഴ്സ് ഓഫ് കേരള എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിരപ്പള്ളിയാണ് ആദ്യം വരിക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.